ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മാത്രം തീരണമേ. ആമേൻ. വെളിപ്പാട് 4 അധ്യായം മുതൽ നാം സഭയെ ഭൂമിയിൽ കാണുന്നില്ല. സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. 4, 5 അധ്യായങ്ങളിൽ ദൈവസന്നിധിയിലിരിക്കുന്ന പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട സഭകളെ പ്രതിനിധീകരിക്കുന്ന സിംഹാസനങ്ങളിൽ പൊൻകിരീടം വെച്ചുകൊണ്ട് ഇരിക്കുന്ന 24 മൂപ്പന്മാരെയും ദൈവസൃഷ്ടികളെ പ്രതിനിധീകരിച്ചുള്ള ദൈവാരാധനയിൽ മുഴുങ്ങിയിരിക്കുന്ന 4 ജീവികളെയും നാം കാണുന്നു. 5 അധ്യായത്തിൽ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവിൻ്റെ കയ്യിൽ ഭൂമിയുടെ ന്യായവിധിയായ 7 മുദ്രയുള്ള ഒരു പുസ്തക ചുരുൾ നാം കാണുന്നു. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് അറക്കപ്പെട്ടതുപോലെ ഉള്ള ഒരു കുഞ്ഞാട് വീണ്ടെടുപ്പുകാരനായ യഹൂദയിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായ യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. ഭൂമിയെ ന്യായം വിധിപ്പാൻ ധാർമ്മികമായും നിയമപരമായും അവകാശമുള്ള ഒരേ ഒരാൾ യേശുക്രിസ്തു മാത്രം ആയതുമൂലം കുഞ്ഞാട് ആ പുസ്തക ചുരുൾ സിംഹാസനത്തിലിരിക്കുന്ന ദൈവപിതാവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷവും ആരാധനയും നടന്നുവെന്ന് 5 അധ്യായത്തിൽ നാം പഠിച്ചു. 6 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം 4 കുതിരക്കാരെ കാണുന്നു. 2 വാക്യത്തിൽ നാം കാണുന്ന ജയിക്കുന്നവനും ജയിപ്പാനുമായി സമാധാനപ്രിയനായി വരുന്ന വെളുത്ത കുതിരക്കാരൻ എതിർ ക്രിസ്തുവിൻ്റെ പ്രവേശനമാണ് എന്ന് നാം പഠിച്ചല്ലോ. 6 അധ്യായം 4 വാക്യത്തിൽ നാം കാണുന്ന ചുവന്ന കുതിരക്കാരൻ യുദ്ധത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് നാം പഠിച്ചല്ലോ. അതുപോലെ 5 വാക്യത്തിൽ നാം കണ്ട കറുത്ത കുതിരക്കാരൻ ക്ഷാമവും ദാരിദ്ര്യവും കാണിക്കുന്നു. 8 വാക്യത്തിലെ മഞ്ഞക്കുതിര മരണത്തെ സൂചിപ്പിക്കുന്നുവെന്ന് നാം പഠിച്ചു. 6 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കുഞ്ഞാട് തൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച 7 മുദ്രയുള്ള പുസ്തകച്ചുരുളിൻ്റെ 4 മുദ്രകൾ പൊട്ടിച്ചതായി നാം പഠിച്ചുവല്ലോ. 6 അധ്യായം 9 വാക്യം വായിക്കാം. അവൻ 5 മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. ഈ വാക്യത്തിൽ നാം സ്വർഗത്തിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ കുഞ്ഞാട് 5 മുദ്ര പൊട്ടിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കൾ യാഗപീഠത്തിൻ്റെ കീഴിൽ കാണപ്പെടുന്നു. യാഗപീഠന സമയങ്ങളിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറയുകയും ചെയ്തതുമൂലം കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ ആത്മാക്കളാണ് ഇവർ എന്ന് നമുക്ക് അനുമാനിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ 2ാം വരവിൻ്റെ സമയത്ത് ഈ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം ഉണ്ടാകും എന്ന് നാം വായിക്കുന്നു. യാഗപീഠത്തിൻ്റെ കീഴിൽ എന്ന് ഇവിടെ കുറിക്കുന്നത് അവർ അവരുടെ വിശ്വാസം മൂലം രക്തസാക്ഷികൾ ആയവർ എന്നതാണ്. പുറപ്പാട് 9 അധ്യായം 12 വാക്യത്തിൽ യാഗം കഴിച്ച കാളകളുടെ രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം എന്ന പ്രത്യേക കൽപ്പന ഉണ്ടായിരുന്നു. ഇവിടെ ഈ രക്തസാക്ഷികളുടെ ആത്മാക്കൾ യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ കണ്ടുവെന്ന് വ്യക്തമായി പറയുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്ന രക്തം ഈ 9 വാക്യത്തിൽ നാം വായിക്കുന്ന രക്തസാക്ഷികളുടെ ആത്മാക്കളുടെ ഒരു ഷാഡോ മാത്രമാണ്. നമുക്ക് 6 അധ്യായം 10 വാക്യം വായിക്കാം. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. 9 വാക്യത്തിൽ നാം വായിച്ച ട്രിബുലേഷൻ ടൈമിലെ തങ്ങളുടെ വിശ്വാസം കാത്തതുമൂലം രക്തസാക്ഷികളായ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ യാഗപീഠത്തിൻ്റെ അടിയിൽ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവമേ, എത്ര നാൾ കൂടി ഞങ്ങൾ ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം നടത്താതെ ഇരിക്കും? പ്രതികാരത്തിന് വേണ്ടിയുള്ള ഒരു ശാപ പ്രാർത്ഥനയാണിത്. ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ പല സങ്കീർത്തനങ്ങളിലും നമുക്ക് കാണാം. സങ്കീർത്തനം 5, 35, 58 ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ചർച്ച് ഇറായിലെ വിശ്വാസികളെക്കുറിച്ച് അല്ല ഇവിടെ പറയുന്നത്.
For example, Stephanos, before he died, cried out to God. This we can read in Acts 7 verse 60. അത് ഞാൻ വായിക്കുന്നു. കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കുരിശൻ മരണ സമയത്ത് ഉറക്കെ കരഞ്ഞത്, ദൈവമേ, ഇവർ ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല എന്നാണ്. എന്നാൽ ഇവിടെ ട്രിബുലേഷൻ ഹാഫ്, അതായത് 3.5 years ടു ദ ട്രിബുലേഷൻ, തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കിയാൽ രക്തസാക്ഷികളായ ഈ വിശ്വാസികൾ, ദേ ആർ മോസ്റ്റ്ലി ജൂയിഷ് ബിലീവേഴ്സ്, അവരുടെ രക്തത്തിനു വേണ്ടി ദൈവത്തോട് പ്രതികാരം ചോദിക്കുകയാണ്. നമുക്ക് 6:11 വായിക്കാം. അപ്പോൾ അവരിൽ ഓരോരുത്തനും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാട് ഉണ്ടായി. കർത്താവ് അവർക്ക് ഓരോരുത്തർക്കും ഒരു വെള്ള നിലയങ്കി കൊടുക്കുന്നു. ഈ രക്തസാക്ഷികളുടെ വെള്ള നിറത്തിലുള്ള നിലയങ്കി പരിശുദ്ധിയാണ് കാണിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ തുറന്ന കല്ലറയ്ക്ക് അടുത്ത് ഇരുന്നതായ ദൂതനും ധരിച്ചിരുന്നത് ഒരു വെളുത്ത നിലയങ്കിയാണ്, എ ലോങ് വൈറ്റ് ഗാർമെൻറ്റ്. അവിടെ അത് പരിശുദ്ധിയും ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വിജയവും കാണിക്കുന്നത് ആയിരുന്നു. ഇവിടെയും ഈ നിലയങ്കി പരിശുദ്ധിയെയും വിജയം, പ്രതിഫലം ഇതൊക്കെയും സൂചിപ്പിക്കുന്നു. നമുക്ക് 11-ാമത്തെ വാക്യം വായിക്കാം. ഇനിയും ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷ്യം വഹിക്കേണ്ടവരുടെ സംഖ്യ തികയുവോളം അല്പകാലം കൂടി സ്വസ്ഥതയിൽ വിശ്രമിക്കുവാൻ കർത്താവ് അവരോട് ആവശ്യപ്പെടും. ഇവിടെ ഈ 11-ാം വാക്യത്തിൽ ഈ രക്തസാക്ഷ്യം വഹിച്ച ആത്മാക്കളോട് ഇനിയും ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷ്യം വഹിക്കേണ്ടവരുടെ സംഖ്യ തികയുവോളം അല്പകാലം കൂടി സ്വസ്ഥതയിൽ വിശ്രമിക്കുവാൻ ആവശ്യപ്പെടുന്നു. യാഗപീഠത്തിൻ്റെ കീഴിൽ നാം കാണുന്ന രക്തസാക്ഷികളുടെ ആത്മാക്കൾ എതിർ ക്രിസ്തുവിൻ്റെ സമയത്ത് കൊല്ലപ്പെട്ടവർ ആയിരിക്കാം. അതിനെക്കുറിച്ചൊക്കെ നാം വീണ്ടും 17-ാം അധ്യായത്തിൽ പഠിക്കുവാൻ പോവുകയാണ്. നമുക്ക് 12-ാമത്തെ വാക്യം വായിക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഉള്ള പ്രതിഭാസങ്ങളാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. വലിയ ഭൂകമ്പം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഇതൊക്കെ പ്രകൃതിക്ഷോഭത്തെ കാണിക്കും. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേല്യരെ വിട്ടുകൊടുക്കാത്തത് മൂലം മിസ്രൈമ്യർക്ക് കൊടുത്ത 9-ാമത്തെ ബാധ ഇതിനോട് വളരെ തുല്യമായിരുന്നു. യേശുക്രിസ്തു ഇതിനെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് വായിക്കാം. കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ഈ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ ഈ വാക്യത്തിൻ്റെ പ്രതിധ്വനി തന്നെ ആകുന്നുവല്ലോ. നമുക്ക് 13-ാമത്തെ വാക്യം വായിക്കാം. പ്രതിവർഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉദിക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. യെശയ്യാവ് 34-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും, അതിലെ സൈന്യമൊക്കെ മുന്തിരിവള്ളിയുടെ ഇല വാടിപ്പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിൻ്റെ കായ വാടിപ്പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. നമുക്ക് 14-ാമത്തെ വാക്യം വായിക്കാം. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമി കുലുക്കങ്ങൾ, സുനാമി, വോൾക്കാനോ ഇറപ്ഷൻസ് ഇവയെല്ലാം ആയിരിക്കും ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് 15, 16, 17 എന്നീ വാക്യങ്ങൾ വായിക്കാം. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസരും സ്വതന്ത്രരും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്കു നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. കുഞ്ഞാട് ആദ്യത്തെ 4 മുദ്രകൾ പൊട്ടിച്ചപ്പോൾ യുദ്ധങ്ങൾ, ഭക്ഷണക്ഷാമം, ദാരിദ്ര്യം, രോഗം ഇവയെല്ലാം മൂലം
ഭൂമിയിലെ 1/4 ആളുകൾ മരിച്ചുപോയി എന്ന് നാം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പഠിച്ചല്ലോ. എന്നാൽ ഇതാ കുഞ്ഞാട് 6ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ പ്രകൃതിക്ഷോഭവും ഭൂകമ്പവും സുനാമിയും വോൾക്കാനോ ഇറപ്ഷൻസും എല്ലാം ഒരുപോലെ വളരെ ഭീകരമായ ഒരു സ്ഥിതിയിൽ ലോകം മുഴുവൻ മാറിപ്പോകുന്നു. ലോകത്തെ മനുഷ്യർ പരിഭ്രാന്തിയിലാകുന്നു. അവർക്ക് ഓടി ഒളിക്കുവാൻ ഒരു സ്ഥാനമോ അഭയമോ ഇല്ലാതെ മലകളോടും പാറകളോടും അവരെ വന്ന് മൂടുവാൻ ആവശ്യപ്പെടുന്നു. ലോകത്തിലെ മനുഷ്യർ കുഞ്ഞാടിൻ്റെ ക്ഷോഭത്തിൽ ഓരോ തരത്തിലുള്ള ന്യായവിധികളിൽ കൂടി കടന്നു പോകുന്നു. ആകാശവും ഭൂമിയും ഒരുപോലെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ഭൂമിയിലെ രാജാക്കന്മാരും ലോകമേധാവികളും ധനികന്മാരും ഒരുപോലെ ഈ അത്യാപത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ മഹാക്ഷോഭത്തിൽ നിന്നും ആർക്കും തെറ്റി ഒഴിയുവാൻ സാധിക്കില്ല. യേശുക്രിസ്തു തൻ്റെ കുരിശുമരണയാത്രയുടെ ഇടയിൽ തന്നെക്കുറിച്ച് വിലപിച്ച് മുറയിടുന്ന സ്ത്രീകളോട് പറയുന്നത് ഇതിനോട് ചേർന്ന് വായിക്കുന്നത് വളരെ യോജ്യമാണ്. ഇത് നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ വായിക്കാം. യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവേൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീനെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവീനെന്നും പറഞ്ഞു തുടങ്ങും. ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭീകരമായ അനുഭവങ്ങളിലേക്കാണ് മനുഷ്യജാതി കടന്നു പോകുന്നത്. മനുഷ്യർ സമാധാനമില്ലാതെ പരിഭ്രാന്തരായി കുഞ്ഞാടിൻ്റെ കഠിനമായ മഹാക്ഷോഭത്തിന് ഇരയാകുന്നു. എത്ര ഭീകരമായ ഒരു സമയമായിരിക്കും ഇത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുകയില്ല. മഹാപീഡനകാലം, ദ ട്രിബുലേഷൻ എന്നറിയപ്പെടുന്ന ഈ നാളുകളെക്കുറിച്ച് കർത്താവ് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. ഞാൻ 21ഉം 22ഉം വായിക്കുന്നു. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല. വൃദ്ധന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ഇപ്പോൾ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭയങ്കരമായ കാര്യങ്ങൾ, അതിനെക്കുറിച്ചും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് വരാൻ പോകുന്ന മഹാപീഡനകാലത്തിൻ്റെ ഒരു വാണിംഗ് മാത്രമാണ്. ഇതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലേ ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. One thing we have to remember is the great tribulation is controlled by the slain lamb, because he is the only one who is eligible and victorious to get the book from his Father and open the 7 seals and judge the earth. കുഞ്ഞാടിൻ്റെ മഹാകോപം നാം കണ്ടു. ലോകം ഇന്ന് അതിൻ്റെ അന്ത്യത്തിലേക്ക് സമീപിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ കാലഘട്ടം മോഡേൺ ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡ് എന്ന് വിശേഷിക്കുമ്പോഴും ഈ കാലഘട്ടം നോഹയുടെ കാലത്തെയും ലോത്തിൻ്റെ കാലത്തെയും സോദോമും ഗോമോറയും പോലെ വളരെ അധപ്പതിച്ചിരിക്കുന്നു. ശരിയെല്ലാം തെറ്റായും തെറ്റായത് ശരിയായും കാണാനുള്ള പ്രവണത ലോകത്തിൽ ഇന്ന് നാം കാണുന്നു. ബൈബിൾ പ്രോഫസി സ്കോളേഴ്സ് മഹാ ഉപദ്രവകാല ലക്ഷണങ്ങൾ, ഒരുക്കങ്ങൾ എല്ലാം അവർക്ക് കിട്ടുന്ന എല്ലാ മീഡിയയിൽ കൂടിയും ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാമല്ലോ. 6-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ മഹോപദ്രവകാലത്തെ അതികഠിനമായ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്നത് നമുക്ക് വായിക്കാം. യേശുക്രിസ്തു തൻ്റെ കുരിശിൻ മരണം മൂലം നമുക്ക് നിത്യജീവൻ ദാനമായി തന്നിരിക്കുന്നു. തൻ്റെ വൃതന്മാരെ ചേർക്കുവാൻ ക്രിസ്തു മധ്യാകാശത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിൻ്റെ കൂടെ എടുക്കപ്പെടുവാൻ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. മണവാളൻ വന്നപ്പോൾ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും എടുത്ത 5 ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവിനെ സ്വീകരിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ ഒരുക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.